വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ നമ്മളുടെ കിച്ചൂട്ടൻ അപ്പയും പോയി ചിക്കൻ എല്ലാവരും വാങ്ങിയിട്ട് വന്നത്. പിന്നെ ഞാൻ ദേ വേഗം അതെല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കൊണ്ടുവന്നപ്പോൾ തന്നെ കിച്ചുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ കാലവന് ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്ന്. പിന്നെ ചിക്കൻ്റെ കാലം കുറച്ച് കഷ്ണങ്ങളെല്ലാവരും എടുത്ത് ഞാനൊന്ന് പൊരിക്കാനായിട്ട് മാറ്റിയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് മസാല എല്ലാവരും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച്. എണ്ണയൊക്കെ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദേ ചട്ടിയിലേക്ക് നമ്മുടെ ചിക്കൻ എല്ലാവരും ഇട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് മുരിയിച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കറി വെക്കാനായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി എടുത്ത് വെച്ച് ഫ്രൈ പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളി എല്ലാവരും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇനി പൊടി ഐറ്റംസ് എല്ലാവരും ഇട്ട് ഇളക്കി കൂട്ടി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മളുടെ പാത്രം ശരിയല്ലെന്ന്. പിന്നെ ഞാൻ ദേ വേഗം ചീനച്ചട്ടിയിലോട്ട് ഇതെല്ലാവരും മാറ്റി. അപ്പോൾ നമ്മളുടെ മസാലക്കൂട്ട് റെഡിയായി വന്നപ്പോൾ ചിക്കൻ എല്ലാവരും അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കറി ഒന്ന് വറ്റാനായിട്ടൊക്കെ വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കറി എല്ലാവരും റെഡിയായി വന്നപ്പോൾ ഞാൻ കിച്ചൂട്ടന് ചിക്കൻ ഫ്രൈയും കൊടുത്തേ.